Hello all and welcome to IELTS preparation by Sodaju. This is Alvin and in today's session we will start our discussion on how to write a pie chart essay for IELTS writing task 1. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് നമ്മൾ ടാസ്ക് 1-ൽ പല ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പൈ ചാർട്ട് എസ്സേ എങ്ങനെ എഴുതാം എന്ന് നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒരു അനാലിസിസ് വീഡിയോ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ ബേസിക്കലി ഇതിന് മുൻപ് ചെയ്ത അതേ പാറ്റേൺ ആണ് ഇതും പോവുക. നമ്മളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കും, അതിന്റെ അനാലിസിസ് അതിൻ്റെ ഒരു റൈറ്റപ്പ് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കഷൻ നടത്തുക. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്രീനിൽ കാണാം. ദി ചാർട്ട് ബിലോ ഷോസ് ദ റീസൺസ് വൈ പീപ്പിൾ ട്രാവൽ ടു വർക്ക് ബൈ ബൈസിക്കിൾ ഓർ ബൈ കാർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ഗ്രാഫിക്കിന്റെ, നമ്മുടെ പൈ ചാർട്ടിന്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് ഇതാണ്. ഇതെന്താണ് നമ്മുടെ പൈ ചാർട്ട്? നമുക്ക് സ്ക്രീനിൽ ഗ്രാഫിക് കാണാം. ദാറ്റ് ഈസ് റീസൺസ് ഫോർ സൈക്ലിംഗ് ടു വർക്ക്. ഓക്കെ, അതായത് ജോലിക്ക് പോകുമ്പോൾ സൈക്കിൾ ചെയ്തുകൊണ്ട് സൈക്കിൾ യൂസ് ചെയ്ത് ജോലിക്ക് പോകാൻ ഉള്ള കാരണങ്ങളുടെ കുറച്ച് ലിസ്റ്റ് ആണ് കാണിക്കുന്നത്. അതൊരു പൈ ചാർട്ട് ഫോമിൽ അതിൻ്റെ ഒരു റിലേറ്റീവ് പ്രൊപ്പോർഷൻ ആണ് കാണിക്കുന്നത്. ദെൻ ഓൾസോ നമുക്ക് കാണാം റീസൺസ് ഫോർ ഡ്രൈവിംഗ് ടു വർക്ക്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് ആൾക്കാർക്ക് കാർ അല്ലെങ്കിൽ ബൈക്ക് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് വർക്കിലേക്ക് പോകാനുള്ള അതിൻ്റെ റീസൺസ് ഒക്കെയാണ് സെക്കൻഡ് പൈ ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബേസിക്കലി അപ്പോൾ രണ്ട് പൈ ചാർട്ട്സ് ആണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണം റീസൺസ് ഫോർ സൈക്ലിംഗ് ടു വർക്ക് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റീസൺസ് ഫോർ ഡ്രൈവിംഗ് ടു വർക്ക്. ദെൻ അതിൻ്റെ ഒരു റിലേറ്റീവ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ റീസൺസ് ഫോർ സൈക്ലിംഗ്, അവിടെ നമുക്ക് കാണാം കുറച്ച് റീസൺസ്. ദാറ്റ് ഈസ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ലെസ് പൊല്യൂഷൻ, നോ പാർക്കിംഗ് പ്രോബ്ലംസ്, ദെൻ നോ കോസ്റ്റ്സ് ആൻഡ് ഫാസ്റ്റർ ദാൻ ഡ്രൈവിംഗ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. ദെൻ റീസൺസ് ഫോർ ഡ്രൈവിംഗ് ടു വർക്ക്, അവിടെ വന്നിരിക്കുന്ന കുറച്ച് റീസൺസ് നമുക്ക് കാണാം ഗ്രാഫിക്കിലുണ്ട്. കംഫർട്ട്, distance to work, faster than cycling, need to carry things to work and safer than cycling. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കാണുന്ന കുറച്ച് റീസൺസ്. ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷണൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രാഫിൽ കാണാം. ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നതോറും നമുക്ക് കൂടുതൽ അനാലിസിസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഏകദേശം കഴിഞ്ഞു. ദാറ്റ് ഈസ് അനലൈസിങ് ദ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു ഗ്രാഫിക് ദാറ്റ് ഈസ് എ പൈ ചാർട്ട് തന്നിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടി. ദെൻ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക ആദ്യം. ദെൻ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ഐഡന്റിഫൈങ് ദ മെയിൻ ഫീച്ചേഴ്സ്. ദെൻ എങ്ങനെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാം. വാട്ട് ആർ ദ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ്. അപ്പോൾ ഇവിടെ എന്തിന്റെ ഒരു ടേംസിലാണ് സംസാരിക്കുന്നത് നോക്കുക. ഇവിടെ ബേസിക്കലി പെർസെന്റേജ് വൈസ് ആണ്. ദാറ്റ് ഇസ് ദ റിലേറ്റീവ് പെർസെന്റേജ് വൈസ് കോമ്പോസിഷൻ ആണ് കാണിക്കുന്നത്. Then what are the time periods? ഇവിടെ ബേസിക്കലി ടൈം പീരിയഡ്സിന്റെ ഒരു മെൻഷൻ ഇല്ല. സോ we needn't bother regarding that. Then what can you learn from the title and any labels? About titles നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, റീസൺസ് ഫോർ സൈക്ലിംഗ് ടു വർക്ക്, റീസൺസ് ഫോർ ഡ്രൈവിംഗ് ടു വർക്ക്. ദെൻ സൈക്ലിങ്ങിന്റെ എന്തൊക്കെ കാരണങ്ങളാണ് എന്നുള്ള ലേബൽസ് നമുക്ക് കാണാം. നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടു വർക്ക്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിനുള്ള കുറച്ച് റീസൺസ് നമുക്ക് കാണാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലേബൽസിൽ നിന്നും ടൈറ്റിൽ നിന്നും മനസ്സിലാവുന്ന കാര്യങ്ങൾ. ദെൻ വാട്ട് ഇസ് ദ മോസ്റ്റ് ഒബ്വിയസ് ട്രെൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് വരാം. ദെൻ ആർ ദർ എനി നോട്ടബിൾ സിമിലാരിറ്റീസ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തമ്മിൽ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിമിലാരിറ്റീസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദെൻ ബേസിക്കലി ഈ ഒരു പൈ ചാർട്ടിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഇസ് ഒന്ന് ഇപ്പോൾ പറഞ്ഞ പോലെയാണ് ടൈറ്റിൽ, ലേബൽസ്. ഇതൊക്കെ നമ്മൾ നോക്കുക. അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാ കിട്ടും. ദെൻ ബേസിക്കലി ഓരോ പൈ ചാർട്ടിന്റെ ഓരോ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ ഓരോ സെക്ഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ മറ്റൊരു കാര്യം നോക്കേണ്ടത് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ചാർട്ടിലുള്ളത് എന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും പൈ ചാർട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദെൻ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് ബേസിക്കലി നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് പൊതുവേ ഒരു 80% ഓഫ് ഗ്രാഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരു ടെക്നിക്കാണിത്. ദാറ്റ് ഈസ് ഓരോ പൈ ചാർട്ടിലും ഏറ്റവും കൂടുതൽ കോമ്പോസിഷൻ ഏതാണെന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചില കേസസിൽ മാറാം, പക്ഷെ എപ്പോഴും വരുന്നൊരു കേസാണ്. ദെൻ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് രണ്ടെണ്ണം നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെയിൻ ഫീച്ചറായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പൈ ചാർട്ടിൽ ദാറ്റ് ഈസ് റീസൺസ് ഫോർ സൈക്ലിംഗ് ടു വർക്ക്. അപ്പോൾ അതിലൊരു ടോപ്പ് കോൺട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടുത്തെ ഒരു റീസൺ ബേസിക്കലി രണ്ട് റീസൺസ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 30%ഓളം അതിന്റെ ഒരു കോമ്പോസിഷൻ ഉണ്ട്. അവിടെ ബേസിക്കലി സംസാരിക്കുന്നത് എന്താണ്, ദ ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ റീസൺസ്. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന്റെ കാര്യങ്ങളാണ്
അവിടെ ഏകദേശം ഒരു 30% നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ലെസ് പൊല്യൂഷൻ, ബേസിക്കലി ഈ രണ്ട് ലേബൽസിനാണ് 30% ഈച്ച് ഒരു കോമ്പസിഷൻ കാണുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആ പൈച്ചാർട്ടിന്റെ ഒരു ഇത് ഒക്കുപ്പൈ ചെയ്യുന്ന ഈ രണ്ട് റീസൺസ് ആണ്. അപ്പൊ ഇത് നമ്മുടെ എന്ത് ചെയ്യാം, ഫസ്റ്റ് മെയിൻ ഫീച്ചർ ആയിട്ടിരിക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് സംസാരിക്കുന്നു, ദി ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹു സൈക്കിൾ ടു ഡു ഫോർ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ റീസൺസ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് മെയിൻ ഫീച്ചർ ആയിട്ട് എടുക്കുക. ദെൻ നമ്മുടെ സെക്കൻഡ് മെയിൻ ഫീച്ചർ നമുക്ക് നോക്കാം. നമ്മുടെ പൈ ചാർട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ദ റീസൺസ് ഫോർ ഡ്രൈവിംഗ് ടു വർക്ക്. അതിൽ ഏറ്റവും ഒരു ടോപ്പ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ദാറ്റ് ഈസ് കംഫർട്ട്. ഓക്കെ, കംഫർട്ട് ആണ്. കംഫർട്ട് ഉള്ളതുകൊണ്ടാണ് ബേസിക്കലി ഒരു 40% ഓഫ് പോപ്പുലേഷൻ ഈ ഒരു ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, വർക്കിലേക്ക് പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് കംഫർട്ടിന്റെ ബേസിസിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെയിൻ ഫീച്ചർ, ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു ഡ്രൈവ് ഡു സോ ബിക്കോസ് ഇറ്റ്സ് കംഫർട്ടബിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മെയിൻ ഫീച്ചർ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് എടുത്ത് കാണുന്ന ഒരു കാര്യം. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ട് മെയിൻ ഫീച്ചേഴ്സ്. നമ്മൾ ബേസിക്കലി ഇവിടുത്തെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഓരോ പൈ ചാർട്ടിലും ഏറ്റവും കൂടുതൽ ടോപ്പ് കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്ന ഒരു സെക്ഷൻ ഏതാണെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇതൊക്കെ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ്. ദെൻ നമ്മുടെ പാരഗ്രാഫിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ ആൻഡ് ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. നമ്മുടെ വരും സെഷനുകളിൽ ഓരോ പാരഗ്രാഫിന്റെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. താങ്ക് യു.